അമ്മച്ചി എന്തുവാ കഴിക്കുന്ന? കഞ്ഞിയാ വെക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വെച്ച് വന്നപ്പോൾ ചോറായിപ്പോയി. എന്തൊക്കെയാ ഉള്ള കാണിച്ചേ? വലുതായിട്ടൊന്നും ഇല്ലടാ, ചെറിയ കറികളൊക്കെ. സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലടാ. ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, മുട്ട വറുത്തതുണ്ട്, തൈരുണ്ട്, പിന്നെ രാവിലെ നമ്മുടെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സ്പെഷ്യൽ തക്കാളി ചട്നിയുണ്ട്, പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തേക്കും കൂടെ അവിയൽ വെച്ചിട്ടുണ്ടെന്ന്. സാമ്പാറും ഉണ്ട്, ഇന്നലത്തെ സാമ്പാറും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറികൾ. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാവർക്കും പനി. എല്ലാവർക്കും അല്ല, ഞങ്ങൾക്ക് 4 പേർക്കും പനി. ഞങ്ങൾ കഴിച്ചു, ഇവരൊക്കെ കഴിച്ചു, ഇനി ഞാനും കൂടെ ഉള്ളൂ. അപ്പം നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. ഇതാ ചോറും തൈരും. അപ്പോൾ ഈ ചോറും ചമ്മന്തിയും തൈരും മുട്ട വറുത്തതും കൂടെ കഴിക്കുന്നത് ഒരു വേറൊരു ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ അതാണ് കഴിക്കും. ചോറും ചമ്മന്തി ഇത്തിരി അച്ചാറ് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക, കഴിക്കാം. മുട്ട വറുത്തെടുക്കുന്നില്ലേ? കഴിച്ചിട്ട് വായോ. എന്നാലും എനിക്കും കൂടെ ഒരു അതൊന്നേക്ക്. ഇവരെല്ലാം കഴിച്ചപ്പോൾ എന്നെ വിളിച്ചില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന എന്നെ കഴിക്കുന്ന. ഓഹോ, ഇങ്ങോട്ടൊന്ന് വിളിച്ച് നിനക്ക് ഒരു വായും തരത്തില്ല ഞാൻ. പൊളി ടേസ്റ്റ്, പൊളി രക്ഷയില്ല. ചേച്ചി മുട്ട വെച്ചെടുക്കാം. വേറെ ഒറ്റ കറിയും വേണ്ട, ഇത് മാത്രം മതിയെന്ന്. ഒരാൾ കഴിക്കട്ടെ. മുട്ട വറുത്ത കൂടെ അതിനകത്ത് വെച്ച മുട്ട വറുത്തത്, അച്ചാറ്, വീണ്ടും ലെവൽ സാധനം. അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ഏറ്റവും സുഖം. വയറിന് സുഖം, മനസ്സിന് സുഖം, എല്ലാം മൊത്തത്തിൽ സന്തോഷം. അവിയലൊക്കെ ഉണ്ട്, അവിയൽ വേണ്ട, ഇത് മതി കിട്ടും, സെറ്റൊക്കെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളല്ലോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഉമ്മച്ചിയുടെ ഡയലോഗ് ഞാനെന്ന് പറയാം. അതെ, ഉമ്മച്ചിയുടെ ഡയലോഗ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ, അപ്പം ഇന്നത്തെ കറികളും വിശേഷങ്ങളും ഒക്കെ ഇതാണ്. നാളെ എല്ലാ ദിവസവും ഇങ്ങനെ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം.